Yes, good morning. Good morning. Thank you for joining. പറ്റുന്നവരൊക്കെ വീഡിയോ മോഡിൽ വരിക. Yes, good morning. ഓക്കെ, നിങ്ങൾ കിച്ചണിൽ തിരക്കിലായിരിക്കും, ഓഫീസിൽ പോകുന്ന തിരക്കൊക്കെ ആയിരിക്കും. പക്ഷെ പറ്റുന്നവര് മാക്സിമം വീഡിയോ മോഡിൽ തന്നെ വരിക. ഓക്കെ, അപ്പോ നമുക്ക് സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഇന്നർ ഹൈജീൻ എന്നാണ്, ആന്തരിക ശുചിത്വം. ഓക്കെ, നമുക്കറിയാം നമുക്ക് രണ്ട് വേൾഡ് ഉണ്ട്, ഔട്ടർ വേൾഡ് ഉണ്ട്, ഇന്നർ വേൾഡ് ഉണ്ട്. അപ്പോ ബാഹ്യമായ ലോകത്ത് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്? നമ്മൾ ബ്രഷ് ചെയ്യുന്നുണ്ട്, കുളിക്കുന്നുണ്ട്, നമ്മളുടെ വീടും പരിസരവും ഒക്കെ വൃത്തിയാക്കി വെക്കുന്നുണ്ട്. പക്ഷെ ഉള്ളിലുള്ള ആ ഒരു ലോകം നമ്മൾ ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യുന്നത്? ഇപ്പോ ഒന്ന് കമന്റ് ചെയ്യാൻ പറ്റുമോ? നിങ്ങളുടെ ഇന്നർ വേൾഡിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുകയാണെങ്കിൽ അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാം. യെസ്, സബ്ലി മാം മെഡിറ്റേഷൻ കറക്റ്റ് ആണ്, മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട്. വാട്ട് എൽസ്? EFT ചെയ്യുന്നുണ്ട്, വെരി ഗുഡ്. ഹീലിംഗ്, യെസ്, ഹീലിംഗ് ചെയ്യുന്നുണ്ട്. ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ വന്നപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് അവയർനെസ് കിട്ടിയിട്ടുണ്ട് അല്ലേ? യെസ്, ഫോർഗീവ്നെസ് ചെയ്യുന്നുണ്ട്, ജാസ്മിൻ മാം കറക്റ്റ് ആണ്. ഒരുപാട് അവയർനെസ് കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ടാണ് നിങ്ങൾ ഈ പ്രാക്ടീസസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യുന്നത്. സോ അതൊന്ന് നിങ്ങളെ തന്നെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യുക. നിങ്ങൾ ചെയ്യുന്നത് നല്ലൊരു വർക്കാണ്, നിങ്ങളുടെ ഇന്നർ സെൽഫിന് വേണ്ടിയിട്ട് നിങ്ങൾ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, പക്ഷെ നമുക്ക് പലരും നമുക്ക് പറയുന്നത് കേൾക്കാം, രാവിലെ എണീക്കുമ്പോൾ ഒരു സുഖമില്ല, ഒരു ഉഷാറില്ല, എന്തോ ഒരു ഹെവിനെസ് ഫീൽ ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറയുന്നത് കേൾക്കാം അല്ലേ? സോ അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ നമ്മളുടെ ഉള്ളിലേക്ക് എന്താണോ കൊടുക്കുന്നത് അതാണ് നമ്മൾ ഫീൽ ചെയ്യുന്നത്. വാട്ട് വി ഇൻപുട്ട് ടു അവർ ബോഡി വി ഫീൽ ദാറ്റ്. സോ നമ്മൾ ശ്രദ്ധിക്കണം, നമ്മൾ എന്താണ് നമ്മളുടെ ഉള്ളിലേക്ക് കയറാൻ അനുവദിക്കുന്നത് എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. സോ നമ്മളെ ഉള്ളിൽ പരിഹരിക്കപ്പെടാത്ത കുറെ വികാരങ്ങൾ ഇങ്ങനെ അട്ടിക്കട്ടിക്കായിട്ട് കൂടി വരുമ്പോഴാണ് ഈ ഒരു ഹെവിനെസ്സും ബുദ്ധിമുട്ടൊക്കെ ഫീൽ ചെയ്യുന്നത്. നമ്മൾ രാവിലെ എണീക്കുമ്പോൾ ആ ഒരു ഹെവിനെസ്സോട് കൂടിയിട്ട് ആ ഒരു ഇമോഷൻ അവിടെ സോൾവ് ആവാതെ കിടക്കുന്നത് കൊണ്ടാണ് ആ ഒരു ഹെവിനെസ്സും ഒരു ഉഷാറില്ലായ്മയും ഒക്കെ ഫീൽ ചെയ്യുന്നത്. സോ അതിനു വേണ്ടിയിട്ട് നമ്മൾക്ക് നമ്മളുടെ ഇന്നർ ഹൈജീൻ എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുക എന്നൊക്കെ നമുക്ക് നോക്കാം. ഇപ്പൊ നിങ്ങൾ ഫോർ എക്സാമ്പിൾ ഒരു മൊബൈല് മേടിക്കാൻ പോവാണ്, ഒരു പുതിയൊരു മൊബൈല് നിങ്ങൾ മേടിക്കാൻ പോവാണ്. സോ ആ ഒരു മൊബൈല് മേടിക്കുന്നതിന് മുന്നേ നിങ്ങൾ എന്താണ് ശ്രദ്ധിക്കാറ്? എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു മൊബൈൽ മേടിക്കുന്നതിന് മുന്നേ ശ്രദ്ധിക്കാറ്? അതിന്റെ ക്വാളിറ്റി, യെസ്, ക്വാളിറ്റി നോക്കും, കമ്പനി നോക്കും. കമ്പനി. ഓക്കെ, അതിനെ കുറിച്ച് ഫുള്ള് സെർച്ച് ചെയ്തു. തീർച്ചയായും അതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് നോക്കും അല്ലേ? ക്യാമറ എങ്ങനെയുണ്ട്, നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ക്ലിയർ ആണോ, പിന്നെ അതിന്റെ സ്റ്റോറേജ് നോക്കും, അതിന്റെ വർക്കിംഗ് കണ്ടീഷൻസ് നോക്കും അല്ലെ? അതൊക്കെ ഉള്ളിലത്തെ ഫീച്ചേഴ്സ് എല്ലാം നോക്കും. പ്ലസ് അതിനൊരു ഇപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ആ മൊബൈൽ മേടിക്കാൻ ചെയ്യും, നിങ്ങൾ അതിനൊരു സ്ക്രീൻ കാർഡ് ഇട്ട് കൊടുക്കും, ഒരു ഫോൺ കേസ് കൊടുക്കും, അതിനങ്ങോട്ട് പ്രൊട്ടക്ട് ചെയ്യും അല്ലെ? നന്നായിട്ട് അത് പെട്ടെന്ന് പൊട്ടാണ്ടിരിക്കാനൊക്കെ വേണ്ടിയിട്ട് ഫിസിക്കലി അതൊന്ന് പ്രൊട്ടക്ട് ചെയ്യും. ഇനി അത് ഫോണ് മേടിച്ച് നിങ്ങൾ കുറച്ച് യൂസ് ചെയ്ത് കുറെ യൂസ് ചെയ്തതിന് ശേഷം അത് ഹാങ് ആവാൻ സ്റ്റാർട്ട് ചെയ്ത് ഇടയ്ക്ക് ഇങ്ങനെ സ്റ്റക്ക് ആവുന്നു. അപ്പൊ നിങ്ങൾ എന്താണ് ശ്രദ്ധിക്കുക? ഫസ്റ്റ് എന്താ നിങ്ങൾ ചെയ്യുക ഹാങ് ആവുമ്പോൾ? ആവശ്യമില്ലാത്തൊക്കെ ഡിലീറ്റ് ചെയ്യും. യെസ്, കറക്റ്റ് ആണ് പറഞ്ഞത്. നമ്മളുടെ സ്റ്റോറേജ് നോക്കും, സ്റ്റോറേജ് ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ആ ഒരു ഹാങ്ങിങ് ഉണ്ടാവും, ഒരു സ്റ്റക്ക് ആവും ഉണ്ടാവും. സോ ആവശ്യമില്ലാത്ത കുറെ ഫോട്ടോസ്, വീഡിയോസ്, ലാർജ് ഫയൽസ്, ജങ്ക് ഫയൽസ്, പിന്നെ അതൊക്കെ കടന്ന് ഡിലീറ്റ് ചെയ്യും, റൈറ്റ്? ക്ലീൻ ചെയ്യും. യെസ്, മാം ക്ലീൻ ചെയ്യും എന്ന് പറഞ്ഞു. അതേപോലെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യാനുണ്ടെങ്കിൽ അത് ചെയ്യും.
പിന്നെ അപ്പോ നിങ്ങൾക്ക് ഏറ്റവും ഇപ്പോഴത്തെ കാലത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഗാഡ്ജറ്റ് ആണ് ഫോൺ എന്ന് പറയുന്നത്. നമ്മൾ പൈസ കൊടുത്ത് മേടിക്കുന്ന, നമ്മൾ വില കൊടുക്കുന്ന ഒരു സാധനമാണ് ഫോൺ എന്ന് പറയുന്നത്. അതിന് കൊടുക്കുന്ന, അത് നമുക്ക് റീപ്ലേസ് ചെയ്യാനും പറ്റും. ലൈക്ക് തീരെ ഉപയോഗിക്കാൻ പറ്റാത്തതാണെങ്കിൽ നമുക്കത് മാറ്റിയിട്ട് വേറെ ഫോൺ മേടിക്കാം. ബട്ട് സ്റ്റിൽ നമ്മൾ മേടിച്ച ആ സാധനത്തിന് നമ്മൾ ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അതിന്റെ ആ ഒരു ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് കൊടുക്കാറുണ്ടോ? നിങ്ങളുടെ മൈൻഡ്, ബോഡി, അതിന്റെ ഒരു വെൽഫെയറിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് കൊടുക്കാറുണ്ടോ? അത് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ദൈവം നമുക്ക് തരുന്ന ഒരു വലിയൊരു ഗിഫ്റ്റ് ആണ് നമ്മളുടെ ശരീരവും മനസ്സും ഒക്കെ പറയുന്നത്, അല്ലേ? അതിന് നിങ്ങൾ എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്, അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്തൊക്കെയാണ് വർക്ക് ചെയ്യുന്നത്, അതൊക്കെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? റീപ്ലേസ് ചെയ്യാൻ പറ്റാത്തൊരു സംഭവമാണ് നമ്മളുടെ ശരീരം, അല്ലെ? അത്രക്കും വാല്യുബിൾ ആണ്. സോ അത് എത്രത്തോളം നമ്മളെ ടേക്ക് കെയർ ചെയ്യണം, അതിന് എത്രത്തോളം വില കൊടുക്കണം എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മളുടെ ഇന്നർ വർക്കിന് വേണ്ടിയിട്ട് നമ്മൾ കാര്യമായിട്ട് ഓരോ പ്രാക്ടീസസ് ചെയ്യേണ്ടതുണ്ട്. സോ നമുക്ക് ഇന്ന് നോക്കാം ഇന്നർ ഹൈജീൻ ചെയ്യാൻ പറ്റുമെന്ന്. ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാം. കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ. ഇന്നർ ഹൈജീൻ, അതായത് ക്ലെൻസിങ് ഫ്രം വിത്തിൻ, നമ്മളുടെ ആന്തരിക ശുചിത്വം. അതെങ്ങനെയാണ്, അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, അതിൽ നിങ്ങൾ ചെയ്യുന്ന പ്രാക്ടീസസ് ഉണ്ട്, മെഡിറ്റേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതിന്റെ കൂടെ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എക്സ്ട്രാ എന്ന് നോക്കാം. അപ്പം ആദ്യം എന്താണ് ഇന്നർ ഹൈജീൻ? Inner hygiene means keeping our thoughts, emotions, mindset clean and balanced. Okay? അതായത് നമ്മളുടെ ചിന്തകള്, വികാരങ്ങള്, നമ്മളുടെ മൈൻഡ് സെറ്റ്, മാനസികാവസ്ഥ, അതെല്ലാം ക്ലീൻ ആക്കി ബാലൻസ്ഡ് ആക്കി വെക്കുന്നതാണ് ഇന്നർ ഹൈജീൻ എന്ന് പറയുന്നത്. നമ്മളുടെ ജസ്റ്റ് ലൈക്ക് വി ടേക്ക് കെയർ ഓഫ് അവർ ബോഡി, വി മസ്റ്റ് കെയർ അവർ ഇന്നർ വേൾഡ്. നമ്മളുടെ ശരീരം നമ്മൾ എങ്ങനെയൊക്കെയാണോ വൃത്തിയാക്കുന്നത്, നമ്മൾ മുടി വെട്ടുന്നുണ്ട്, നഖം വെട്ടുന്നുണ്ട്, കുളിക്കുന്നുണ്ട്, ബ്രഷ് ചെയ്യുന്നുണ്ട്, എല്ലാ പാർട്സും നമ്മൾ കെയർ ചെയ്യുന്നത് പോലെ നമ്മളുടെ ഇന്നർ വേൾഡും നമ്മൾ കെയർ ചെയ്യണം. അത് എന്തൊക്കെയാണ് ഇന്നർ ഹൈജീൻ ഇൻക്ലൂഡ് ചെയ്യുന്നത് വെച്ചാൽ, ഇറ്റ് ഇൻക്ലൂഡ്സ് മെന്റൽ, ഇമോഷണൽ ആൻഡ് സ്പിരിച്വൽ വെൽബീങ്. ഈ 3 കാര്യങ്ങളാണ് മെന്റലി, ഇമോഷണലി, സ്പിരിച്വലി നിങ്ങൾ എങ്ങനെയൊക്കെയാണ് ടേക്ക് കെയർ ചെയ്യേണ്ടത് എന്നാണ് ഇന്നർ ഹൈജീനിൽ മെയിൻ ആയിട്ട് പറയുന്നത്. ഈ ഇന്നർ ഹൈജീനിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നോക്കാം. നമ്മൾ എത്രത്തോളം നമ്മളുടെ ഉള്ളില് വർക്ക് ചെയ്യുന്നു, അത്രയും നമ്മളുടെ സ്ട്രെസ് ലെവൽ റെഡ്യൂസസ്, സ്ട്രെസ് ലെവൽ, ആൻസൈറ്റി ആൻഡ് ഓവർ തിങ്കിങ്. ഒരുപാട് പേര് ഫേസ് ചെയ്യുന്ന ഇഷ്യൂസ് ആണ് സ്ട്രെസ്, ആൻസൈറ്റി, ഓവർ തിങ്കിങ് ഒക്കെ. നമ്മൾ ഉള്ളിൽ നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, നമ്മളുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാനും മാനേജ് ചെയ്യാനൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളുടെ സ്ട്രെസ് ലെവല്, നമ്മുടെ ആൻസൈറ്റി, ഓവർ തിങ്കിങ് ഒക്കെ നമുക്ക് കുറച്ച് വരാൻ പറ്റും. ഓക്കെ. പിന്നെ ഇംപ്രൂവ്സ് ഫോക്കസ് ആൻഡ് ക്ലാരിറ്റി. നമ്മളുടെ മൈൻഡ് എത്രത്തോളം ക്ലിയർ ആവുന്നോ അത്രയും ഫോക്കസും ക്ലാരിറ്റി നമ്മൾക്ക് കൂട്ടി വരാൻ സാധിക്കും. നമ്മുടെ ഫോക്കസ്, നമ്മുടെ കോൺസെൻട്രേഷൻ ലെവല്, നമ്മളിപ്പോ ലൈഫിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, നമുക്ക് ഗോൾസിന് ഒരു ക്ലാരിറ്റി കിട്ടും, കോൺസെൻട്രേഷൻ ലെവല് ഇൻക്രീസ് ആകും. പിന്നെ അടുത്തത് ബിൽഡ് സെൽഫ് കോൺഫിഡൻസ് ആൻഡ് പീസ്. നമുക്ക് ഉള്ളിൽ തന്നെ ഒരു ക്ലാരിറ്റി ഒക്കെ കിട്ടുമ്പോൾ, ഫോക്കസ് ഒക്കെ കിട്ടുമ്പോൾ നമുക്ക് ഉള്ളിൽ തന്നെ ഒരു കോൺഫിഡൻസ് കൂടും. സെൽഫായിട്ട് എനിക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റും, എനിക്ക് ഇന്ന കഴിവുകൾ ഉണ്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. അതിൽ നമുക്ക് സമാധാനം കണ്ടെത്താൻ പറ്റും. ഓക്കെ. പിന്നെ ഹെൽപ്സ് ഇൻ ബെറ്റർ റിലേഷൻഷിപ്സ്. ഇപ്പോ ഏത് നേരം ചൂടായിട്ടിരിക്കുന്നു, ദേഷ്യപ്പെട്ടിട്ടിരിക്കുന്ന ഒരാളടുത്ത് നിങ്ങൾക്ക് പോയിട്ട് സംസാരിക്കാൻ പറ്റുമോ? ഒന്ന് ഫ്രണ്ട്ലിയായിട്ട് സംസാരിക്കാനോ ഫ്രണ്ട്സ് ആവാനോ ഒക്കെ പറ്റുമോ? ഇല്ലല്ലോ. അപ്പൊ അതേപോലെ നമ്മൾ എപ്പോഴും കാമായിട്ട് നമ്മൾക്ക് ഇരിക്കാനും, നമ്മളുടെ ചുറ്റുമുള്ള റിലേഷൻഷിപ്സ്, നമ്മളുടെ അടുത്തുള്ള ആൾക്കാർ, മീൻസ് ഫാമിലി, ഫ്രണ്ട്സ്, അവരോടൊക്കെ നല്ല രീതിയിൽ പെരുമാറാനും കാമായിട്ട് പെരുമാറാനും ഈ ഇന്നർ ഹൈജീന് സഹായിക്കുന്നതാണ്. നമ്മുടെ റിലേഷൻഷിപ്സ്
ബെറ്റർ ആയിക്കൊണ്ടിരിക്കും. പിന്നെ ഓവറോൾ വെൽബീയിങ് ഇതിന് സപ്പോർട്ട് ചെയ്യും. നമ്മളുടെ ക്ഷാമത്തിന്, ഓവറോൾ ആയിട്ടുള്ള ക്ഷാമത്തിന് ഇത് സപ്പോർട്ട് ചെയ്യും. അതാണ് ഇന്നർ ഹൈജീനിന്റെ ഇമ്പോർട്ടൻസ് ആയിട്ട് പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് ഇന്നർ ഹൈജീൻ കുറവാണ് എന്ന് തോന്നാനുള്ള സയൻസ് ഓഫ് പുവർ ഇന്നർ ഹൈജീൻ. ഇന്നർ ഹൈജീനിൽ നിങ്ങൾക്ക് ഇന്നർ വേൾഡിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാനുണ്ട് എന്നുള്ള ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, കോൺസ്റ്റന്റ് നെഗറ്റീവ് തോട്ട്സ്. നിങ്ങൾ നിരന്തരമായിട്ട് നെഗറ്റീവ് ആയിട്ടുള്ള ചിന്തകളാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇന്നർ വർക്ക് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഒരു കാര്യത്തിലും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല, കാണാൻ പറ്റുന്നില്ല, എപ്പോഴും ഈ നെഗറ്റീവ് ചിന്തകളാണ് നിങ്ങൾ അലട്ടിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ യു ഹാവ് ടു ഡു സം ഇന്നർ വർക്ക്. ഓക്കെ. ദെൻ ഫിയർ ഓഫ് ജഡ്ജ്മെന്റ് ഓർ ഫെയിലിയർ. മറ്റുള്ളവർ എന്തെങ്കിലും പറയോ, മറ്റുള്ളവരുടെ ചിന്തകൾ, മറ്റുള്ളവർ നിങ്ങളെ പറ്റിയിട്ട് എന്ത് ചിന്തിക്കും എന്നുള്ള ഒരു ഫിയർ നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ, ആ ഒരു ചിന്ത കാരണം നിങ്ങൾക്ക് പലതും ചെയ്യാൻ പറ്റുന്നില്ല, ലൈഫിൽ സക്സസ്ഫുൾ ആകാൻ പറ്റുന്നില്ല, അങ്ങനെ സ്റ്റക്ക് ആയിട്ടിരിക്കുകയാണ്, ഞാൻ തോറ്റു പോകുമോ, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർ എന്തെങ്കിലും പറയോ, അവരെന്താണ് ചിന്തിക്കാനെ പറ്റിയിട്ട്, ആ ഒരു ഫിയർ, നമ്മുടെ സെൽഫ് ഇമേജിനെ പറ്റിയിട്ട് അവരെന്ത് വിചാരിക്കും എന്നൊക്കെ ചിന്തിക്കുന്നത് ഈ ഒരു പുവർ ഇന്നർ ഹൈജീനിന്റെ ലക്ഷണമാണ്. ഓക്കെ. ദെൻ ഹോൾഡിംഗ് ഓൺ ടു പാസ്റ്റ് പെയിൻ ഓർ റിസെന്റ്മെന്റ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ പാസ്റ്റിൽ അനുഭവിച്ച വേദനകള്, ദേഷ്യം, പക, അതൊക്കെ ഇങ്ങനെ ഉള്ളിൽ അടക്കി വെക്കുന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ഇന്നർ ഹൈജീനിന്റെ ഒരു കുറവായിട്ട് കാണാം. ആ ഒരു വേദന, ആ ഒരു പകൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഇന്നർ പീസ് ആണ് പോകുന്നത്. റൈറ്റ്. ആ ഒരു ഇമോഷൻസ് നിങ്ങൾക്ക് എങ്ങനെ കൺട്രോൾ ചെയ്യണം, എങ്ങനെ റിലീസ് ചെയ്യണം എന്നറിയാതെ അതിൽ തന്നെ ഇങ്ങനെ ഹോൾഡ് ഓൺ ചെയ്തിട്ട് വെക്കുക. അത് നിങ്ങളുടെ ഇന്നർ പീസ്, നിങ്ങളുടെ ഹെൽത്ത്, കുറെ കാലം അങ്ങനെ വെച്ചുകൊണ്ടിരുന്നാൽ നിങ്ങളുടെ ആരോഗ്യത്തെ വരെ ബാധിക്കുന്ന ഇമോഷൻസ് ആണ് ഉണ്ടാവുക. ദെൻ ഓവർ തിങ്കിങ് ആൻഡ് മെന്റൽ എക്സോഷൻ. നിങ്ങൾ ചിന്തകൾ നിരന്തരമായിട്ട് ഇങ്ങനെ ഓവർ തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഒരു ചെറിയ കാര്യമാണെങ്കിലും അത് ഓവർ തിങ്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് മെന്റൽ എക്സോഷൻ വരെ വരാം. ഓവർ തിങ്ക് ചെയ്തിട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയില്ല അപ്പൊ എത്രത്തോളം ഇമോഷൻസ് വരുന്നു, ഇപ്പൊ സങ്കടം വരുന്നു, ദേഷ്യം വരുന്നു, അതെല്ലാം വന്നിട്ട് അത് എങ്ങനെ റിലീസ് ചെയ്യണം എന്നറിയാതെ നിങ്ങൾ മെന്റലി ഭയങ്കര എക്സോസ്റ്റഡ് ആയിട്ട് പോവുക. സോ പുവർ ഇന്നർ ഹൈജീനിന്റെ ഒരു സൈൻ ആണ്. പിന്നെ അടുത്തത് ലോ സെൽഫ് വർത്ത് ഓർ സെൽഫ് ഡൗട്ട്. സ്വയം മൂല്യം കൊടുക്കാണ്ടിരിക്കുക. ഓക്കെ. എന്നിട്ട് സ്വയം സംശയിക്കുക, എന്നെ കൊണ്ട് ഇതിന് സാധിക്കുമോ, എനിക്ക് അതിന് മാത്രം കഴിവുണ്ടോ, ഞാൻ അതിനൊക്കെ അർഹനാണോ എന്നൊക്കെ ചിന്തിച്ചിട്ട് നമ്മളെ തന്നെ നമുക്കൊരു വില കൊടുക്കാണ്ടിരിക്കുന്നതും ഈ ഇന്നർ ഹൈജീനിന്റെ ലക്ഷണമാണ്, ഓർ ഇന്നർ ഹൈജീനിന്റെ ലക്ഷണമാണ്. ഓക്കെ. സോ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. കോൺസ്റ്റന്റ് നെഗറ്റീവ് തോട്ട്സ്, ഫിയർ ഓഫ് ജഡ്ജ്മെന്റ് ഓർ ഫെയിലിയർ, holding on to past pain or resentment, overthinking and mental exhaustion, low self-worth or self-doubt. ഈ പറഞ്ഞ പ്രോബ്ലംസ് നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടോ? ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാൻ പറ്റുമോ? നിങ്ങൾക്ക് നിരന്തരമായിട്ട് നെഗറ്റീവ് തോട്ട്സ് വരിക, അല്ലെങ്കിൽ ഫിയർ ഓഫ് ജഡ്ജ്മെന്റ്, മറ്റുള്ളവർ എന്ത് പറയും, അങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ ഫേസ് ചെയ്യുന്നവരാണെന്നുവെച്ചെങ്കിൽ നിങ്ങൾ കാര്യമായിട്ട് നിങ്ങളുടെ ഇന്നർ വേൾഡ് ക്ലിയർ ആക്കാനുള്ള പ്രാക്ടീസസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ. നമ്മൾ ഒരു തീരുമാനം എടുക്കണം. ഇത്രയും കാലം ഈ ഒരു പ്രോബ്ലംസ് നമ്മൾ ഫേസ് ചെയ്തു. നൗ ഐ ഹാവ് ടു ടേക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് ഫോർ മൈ പീസ്. എൻ്റെ സന്തോഷത്തിനും സമാധാനത്തിനും വേണ്ടിയിട്ട് ഞാൻ എനിക്ക് വേണ്ടി വർക്ക് ചെയ്യണം എന്നൊരു തീരുമാനം സ്ട്രോങ് ആയിട്ട് എടുക്കുക. അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാം. ഓക്കെ. നെക്സ്റ്റ് ഇസ്, ഞാൻ പറഞ്ഞിരുന്നു ഇന്നർ ഹൈജീൻ എന്ന് പറയുന്നത് മെന്റൽ, ഇമോഷണൽ ആൻഡ് സ്പിരിച്വൽ ക്ലെൻസിങ് ആണ്. അതിൽ ഫസ്റ്റ് വൺ മെന്റൽ ക്ലെൻസിങ്. മെന്റലി നമുക്ക് മാനസികമായിട്ട് നമ്മളെ എങ്ങനെ ക്ലെൻസ് ചെയ്യാം, അതിന് വേണ്ട ചെറിയ ചെറിയ പോയിന്റ്സുകളാണ്. മീൻസ് നിങ്ങൾക്ക് ഡെയിലി പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. സോ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരാം.
നമ്മളിപ്പോ ഒരു ക്ലാസ് കേട്ട് അത് അപ്പൊ തന്നെ കേട്ടിട്ട് ജസ്റ്റ് അങ്ങോട്ട് വിട്ട് കളയല്ല. നമുക്ക് വേണ്ട പോയിന്റ്സ് നമ്മൾ നോട്ട് ചെയ്യുക. അത് നമ്മളുടെ ലൈഫിലേക്ക് കൊണ്ടുവരുമ്പോഴാണ്, പ്രാക്ടിക്കലി കൊണ്ടുവരുമ്പോഴാണ് നമ്മുടെ ലൈഫിൽ ആ ട്രാൻസ്ഫോർമേഷൻ പറ്റുക. സോ ഇത് എന്താണെന്ന് വെച്ചാൽ ചെറിയ സിമ്പിൾ പോയിന്റ്സ് ആണ്, ചെറിയ കാര്യങ്ങളാണ്. ഇതൊക്കെ നിങ്ങൾക്ക് പ്രാക്ടീസ് ആയിട്ട്, ഐ മീൻ ഡെയിലി പ്രാക്ടീസ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. സോ കാര്യമായിട്ട് സീരിയസ് ആയിട്ട് എടുക്കുക. സോ ഫസ്റ്റ് നമുക്ക് നോക്കാം, പ്രാക്ടീസ് പോസിറ്റീവ് സെൽഫ് ടോക്ക് ആൻഡ് അഫർമേഷൻസ്. നമ്മളോട് തന്നെ സംസാരിച്ചിരിക്കുകയാണ് ഏറ്റവും കൂടുതൽ സമയം ചെയ്യാറുള്ളത്. സോ ആ സംസാരം നമ്മൾ ശ്രദ്ധിക്കുക. അത് നമ്മൾ എന്താണ് നമ്മളോട് പറയുന്നത്, പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണോ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യമാണോ പറയുന്നത് എന്ന് ശ്രദ്ധിക്കുക. മോസ്റ്റ്ലി പോസിറ്റീവ് ആക്കാൻ നോക്കുക. നമുക്ക് നെഗറ്റീവ്സ് വരും, പക്ഷെ അപ്പൊ തന്നെ നമ്മൾ അത് റീഫ്രെയിം ചെയ്യണം. എന്ത് നെഗറ്റീവ് തോട്ട്സ്, ഇപ്പൊ കോൺസ്റ്റന്റ് ആയിട്ട് നെഗറ്റീവ് തോട്ട്സ് വരുന്നവര് എന്ത് നെഗറ്റീവ് തോട്ടാണോ വന്നത് അതൊന്ന് ഒബ്സർവ് ചെയ്യുക. ആ ഒരു നെഗറ്റീവ് തോട്ടിന്റെ പോസിറ്റീവ് ആയിട്ടുള്ള അതിന്റെ ഓപ്പോസിറ്റ് പറയാം, അപ്പൊ തന്നെ പറയണം, റീഫ്രെയിം ചെയ്യണം. നിങ്ങൾക്ക് പോസിറ്റീവ് ആയിട്ടുള്ള അഫർമേഷൻസ് റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കാം. ഈ നെഗറ്റീവ് തോട്ട്സുകൾ വരുമ്പോൾ പോസിറ്റീവ് ആയിട്ടുള്ള അഫർമേഷൻസ് സെൽഫ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് പറഞ്ഞുകൊണ്ടിരിക്കാം. അത് ഇത്ര വലിയ പണിയുള്ള കാര്യമല്ല, അല്ലേ? വലിയ ഭാരമായിട്ടുള്ള കാര്യമല്ല. നമ്മൾ നമ്മളോട് തന്നെ സിമ്പിൾ ആയിട്ട് സംസാരിക്കുന്നത് ജസ്റ്റ് ഒന്ന് പോസിറ്റീവ് ആക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ. ദെൻ നെക്സ്റ്റ് ഇസ് ലിമിറ്റ് നെഗറ്റീവ് കണ്ടന്റ്. നമ്മൾ സോഷ്യൽ മീഡിയ എടുക്കാന്ന് വെച്ചാൽ നമ്മളിപ്പോ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കണ്ടന്റ് ആണ് കണ്ടത്, ഒരു വീഡിയോ ആണ് കണ്ടത്. ഓക്കെ. അപ്പൊ അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുക. അത് നമ്മളുടെ ഇപ്പൊ കമ്പാരിസൺ, എസ്പെഷ്യലി നമ്മൾ മറ്റുള്ളവരുടെ ലൈഫുമായിട്ട് കമ്പയർ ചെയ്യുക. എസ്പെഷ്യലി സോഷ്യൽ മീഡിയയിൽ അവരുടെ ഒക്കെ ലൈഫ് അടിപൊളിയാണ്, എൻ്റെ ലൈഫ് മാത്രം ഇങ്ങനെ ബാക്കൗട്ടായി പോയി, എനിക്ക് മാത്രം ഒരു സക്സസ് ഇല്ല, ഒരു വിജയമില്ല, ഒരു ഹാപ്പിനെസ് ഇല്ല, എല്ലാവരും ട്രാവൽ ചെയ്യുന്നു, ഞാൻ മാത്രം ഇങ്ങനെ വീട്ടിൽ അടങ്ങിയിരിക്കുന്നു. അങ്ങനത്തെ കുറേ കമ്പാരിസൺസ് ചെയ്യുമ്പോൾ നമ്മളുടെ മൈൻഡിന് അത് കൂടുതൽ നെഗറ്റീവ് ആയിട്ടാണ് അഫക്റ്റ് ചെയ്യുക. സോ അതിന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ കോൺഷ്യസ്ലി പോസിറ്റീവ് ആയിട്ടുള്ള കണ്ടന്റ്സ് സെർച്ച് ചെയ്തിട്ട് കണ്ടുപിടിക്കുക. എന്നിട്ട് ആ ഒരു പോസിറ്റീവ് കണ്ടന്റ്സ് 2-3 പ്രാവശ്യം കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് വരുന്നതൊക്കെ പോസിറ്റീവ് ആയിട്ടുള്ള കണ്ടന്റ്സ് ആയിരിക്കും. സോ അത് നിങ്ങൾ ആ ഒരു ലിമിറ്റേഷൻ വെക്കുക, ആ ഒരു നെഗറ്റീവ് കണ്ടന്റ്സ് ലിമിറ്റ് ചെയ്ത് വെക്കുക. നമ്മൾ കൂടുതൽ പോസിറ്റീവ് കണ്ടന്റ്സിലേക്ക് ഫോക്കസ് ചെയ്യുക. പിന്നെ കമ്പാരിസൺസ് അത് മാക്സിമം കുറക്കുക. നമ്മൾ പുറത്തുനിന്ന് കാണുന്ന ലൈഫല്ല പലരുടെയും ഉള്ളിലുള്ളത്, റൈറ്റ്? പുറത്തേക്ക് അവർ ഫുൾ ഹാപ്പിനെസ് കാണിക്കും, ഫേക്ക് ചെയ്യും, കാര്യങ്ങൾ പലതും ഫേക്ക് ചെയ്യുന്നതാണ്. അവരുടെ ഉള്ളിലുള്ള ലൈഫ് എന്താണെന്ന് അറിയില്ല. സോ ഇറ്റ്സ് ബെറ്റർ വി ഡോണ്ട് കമ്പയർ വിത്ത് അതേഴ്സ്. നമുക്ക് അവർക്ക് ചിലപ്പം നമ്മൾക്ക് ഒരുപാട് ബ്ലെസ്സിങ്സ് ഉണ്ടാവും, അതൊന്നും അവർക്ക് ഉണ്ടാവണമെന്നില്ല. സോ നമ്മൾ നമ്മളുടെ ബ്ലെസ്സിങ്സിലേക്ക് ഫോക്കസ് ചെയ്യുക. ഓക്കെ. ദെൻ നെക്സ്റ്റ് ഇസ് ജേർണലിംഗ് ടു റിലീസ് തോട്ട്സ്. ഇപ്പോൾ ഒരുപാട് തോട്ട്സ് കോൺസ്റ്റന്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു പ്രാക്ടീസ് ആണ് ജേർണലിംഗ്. നിങ്ങൾക്ക് എഴുതി വെക്കാം എന്തൊക്കെയാണ് തോട്ട്സുകൾ വരുന്നത്. അത് ആ എഴുത്തിലൂടെ നിങ്ങളുടെ ആ ഒരു റിലീഫാണ് കിട്ടാൻ പോകുന്നത്. ഇപ്പൊ ഈ തോട്ട്സ് എഴുതുമ്പോൾ വേറെയുള്ളവർ വീട്ടിലുള്ളവർ കാണുമോ എന്നുള്ളൊരു പേടിയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ ജസ്റ്റ് ഒരു പേപ്പർ എടുക്കാം, ഈ തോട്ട്സ് എന്തൊക്കെയാണോ വരുന്നത് അത് ജസ്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് എഴുതിക്കൊണ്ടിരിക്കുക. എന്നിട്ട് ആ പേപ്പർ നിങ്ങൾക്ക് നശിപ്പിച്ച് കളയാം. സോ ഇറ്റ് ഈസ് എ വേ. ജേർണലിംഗ് എന്ന് പറയുന്നത് നമ്മളുടെ തോട്ട്സ് റിലീസ് ചെയ്യാൻ പറ്റുന്ന ഒരു പവർഫുൾ പ്രാക്ടീസ് ആണ്. അത് ചെയ്യാം നിങ്ങൾക്ക്. പിന്നെ ഫോക്കസ് ഓൺ സൊല്യൂഷൻസ് നോട്ട് പ്രോബ്ലംസ്. നെഗറ്റീവ് തോട്ട്സ് അല്ലേ ഇതിന്റെ? യാ, അതെ, നെഗറ്റീവ് തോട്ട്സുകൾ എഴുതിക്കൊണ്ടിരിക്കാം. നിങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ആ തോട്ട്സിന്റെ നമ്പേഴ്സ് കുറയും. എന്നിട്ട് അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുകയാണെന്ന് വെച്ചെങ്കിൽ നമ്പേഴ്സ് കുറഞ്ഞു കുറഞ്ഞു വരും. ഇപ്പൊ നിങ്ങൾക്ക് ഒരു ടൈം ലിമിറ്റ് വെക്കാം. നിങ്ങൾ അതിനൊരു പ്രാക്ടീസ് ഉണ്ട്, വറി ഡംപ് എന്ന് പറഞ്ഞിട്ട്. ഇപ്പൊ ഒരു 5 to 10 minutes ടൈം ലിമിറ്റ് വെക്കുക. എന്നിട്ട് അതിൽ വരുന്ന തോട്ട്സുകൾ ജസ്റ്റ് ഇങ്ങനെ റൈറ്റ് ഡൗൺ ചെയ്യുക, എഴുതിയിരിക്കുക. എന്നിട്ട് 10 minutes ആകുമ്പോൾ സ്റ്റോപ്പ് ചെയ്യുക. നെക്സ്റ്റ് ഡേ വീണ്ടും ടൈം ലിമിറ്റ് വെക്കുക. then again എഴുതിക്കൊണ്ടിരിക്കുക. അത് ഒരു വീക്ക് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും ആ തോട്ട്സ് റെഡ്യൂസ് ആയി വന്നിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം. ഓക്കെ. ആ പ്രാക്ടീസ് ഒന്ന് ചെയ്ത് നോക്കുക. പിന്നെ ഫോക്കസ് ഓൺ സൊല്യൂഷൻസ് നോട്ട് പ്രോബ്ലംസ്.
ഇപ്പൊ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്രോബ്ലത്തിനെ പറ്റിയിട്ട് ആലോചിച്ച് നമ്മളിങ്ങനെ ടെൻഷൻ ആവാതെ ആ പ്രോബ്ലത്തിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് നോക്കുക. വാട്ട് കൻ ഐ ഡു ടു സോൾവ് ദിസ് ഇഷ്യൂ? അതിലേക്ക് ഫോക്കസ് ചെയ്യുക. നിങ്ങൾ പ്രോബ്ലംസിൽ ഫോക്കസ് ചെയ്തിട്ട് ജസ്റ്റ് ഒരു വിക്ടിം ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് കൂടുതൽ പ്രോബ്ലംസ് അട്രാക്റ്റഡ് ആയിട്ടാണ് വരിക. റൈറ്റ്? ഇതിൽ അവയർനെസ് കിട്ടിയവർക്കറിയാം നമ്മളുടെ ഇന്നർ വേൾഡിൽ എന്താണോ നമ്മൾ ചിന്തിക്കുന്നത്, നമ്മൾ പ്രോബ്ലംസിനാണോ പറ്റിയിട്ട് കൂടുതൽ ചിന്തിക്കുന്നത്, സോ കൂടുതൽ പ്രോബ്ലംസ് വന്നുകൊണ്ടേയിരിക്കും. ബട്ട് ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് ഇഫ് യു ഫോക്കസിങ് ഓൺ സൊല്യൂഷൻ, ഓക്കെ ഇന്ന പ്രോബ്ലം വന്ന്, യെസ് ഐ നോ, ഐ അണ്ടർസ്റ്റാൻഡ്, എനിക്ക് അതിൽ വിഷമമുണ്ട്, ഐ അണ്ടർസ്റ്റാൻഡ് മൈ ഫീലിങ്സ്. ആ ഫീലിങ്സിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് സിറ്റ് വിത്ത് യുവർ ഫീലിങ്സ് എന്ന് പറയാം. നിങ്ങൾക്ക് എന്താണ് ഇമോഷൻ വന്നത് ആ ഇമോഷനോ അത് ആക്സെപ്റ്റ് ചെയ്യുക. ദെൻ അതിനൊരു സൊല്യൂഷൻ ഫൈൻഡ് ചെയ്യുക. ഓക്കെ, സോ ഫോക്കസ് ഓൺ സൊല്യൂഷൻസ് നോട്ട് പ്രോബ്ലംസ്. ഇതാണ് മെന്റലായിട്ട് നിങ്ങൾക്ക് ക്ലെൻസ് ചെയ്യാൻ പറ്റുന്ന പ്രാക്ടീസസ്. ഇത് ക്ലിയർ ആയോ? Yes, ma'am. ഓക്കെ. Clear. അടുത്തത് ഇമോഷണൽ ക്ലെൻസിങ് എന്ന് പറയും. ഇമോഷണലി നിങ്ങൾക്ക് നിങ്ങളെ എങ്ങനെയൊക്കെയാണ് ക്ലെൻസ് ചെയ്യാൻ പറ്റുന്നത്? Allow yourself to feel emotions without suppression. ഒരു ഇമോഷൻ വന്ന് അത് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ അനുവദിക്കണം. ലൈക്ക് ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയാന്ന് വെച്ചെങ്കിൽ ഇവിടെ പറയാറുണ്ട് ഇങ്ങനെ ആണുങ്ങൾ കരയാൻ പാടില്ല എന്ന്. അതൊരു മാസ്കുലിനിറ്റി അഫക്ട് ചെയ്യുന്ന കാര്യമാണ്. ആണുങ്ങൾ കരയാൻ പാടില്ല എന്നൊക്കെ കേട്ടവരുണ്ടാവും അല്ലെ? സോ അത് അവര് ഈ ആ ഒരു കരച്ചില് പുറത്ത് കാണിക്കാൻ പാടില്ല. ഞാൻ എപ്പോഴും ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് ഇരിക്കണം, ഞാൻ ഒരു ആണാണ്, സോ ആ കരച്ചിലൊന്നും ആരും കാണാൻ പാടില്ല എന്ന് പറഞ്ഞ് നമ്മളുടെ ഉള്ളിൽ ഇങ്ങനെ സപ്രസ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കൂടുതൽ ഇഷ്യൂസ് ഉണ്ടാക്കുകയാണ് ചെയ്യുക. ഇമോഷണലി നമ്മൾ ഡ്രെയിൻ ആകും, നമ്മൾ എക്സോസ്റ്റഡ് ആകും. പിന്നെ അത് കുറേ കാലം ഇങ്ങനെ സപ്രസ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആരോഗ്യകരമായിട്ട് കുറേ ഇഷ്യൂസ് ഉണ്ടാകാം. ഓക്കെ, സോ എന്താ ചെയ്യാന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇമോഷൻസ് നിങ്ങൾ ഫീൽ ചെയ്യുക, അത് റിലീസ് ചെയ്യാനുള്ള മെത്തേഡ്സുകൾ ഫോളോ ചെയ്യാം. ഓക്കെ, സപ്രസ് ചെയ്ത് വെക്കരുത്, അത് എക്സ്പ്രസ് ചെയ്യുക ആൻഡ് ഇൻ എ ഹെൽത്തി വേ. ഇപ്പൊ ആങ്കർ ആണെന്നുവെച്ചെങ്കിൽ അതൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് നിങ്ങൾക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ആ രീതിയിൽ നിങ്ങൾ ഫോളോ ചെയ്യാം. ഒന്നും ഉള്ളിൽ അടക്കി വെക്കരുത്. അത് എത്രത്തോളം നമ്മൾ പൈൽഡപ്പ് ആക്കിയിട്ട് വെക്കുന്നോ അത്രയും നമുക്ക് ഹാർംഫുൾ ആണ്. പിന്നെ അടുത്തത് പ്രാക്ടീസ് ഫോർഗീവ്നെസ്. ഇതില് ചിലർ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫോർഗീവ്നെസ് ചെയ്യണമെന്ന് വേണ്ടിയിട്ട്. യെസ്, ഫസ്റ്റ് പറഞ്ഞല്ലോ മനസ്സിലായില്ല. അതായത് കുറച്ച് പ്രകടിപ്പിക്കാൻ പാടില്ല, പക്ഷെ ഫീൽ ചെയ്യണം. അതെങ്ങനെ? പ്രകടിപ്പിക്കാനാണ് പറഞ്ഞത്. നിങ്ങൾക്ക് ആങ്കർ ആണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരോട് പ്രകടിപ്പിക്കുമ്പോൾ അതൊരു ഫൈറ്റ് ആയിട്ട് മാറൂടെ? അത് ഞാൻ പറഞ്ഞ ഹെൽത്തി വേയിൽ പ്രകടിപ്പിക്കാന്ന്. പിന്നെ നിങ്ങൾക്ക് EFT ഉണ്ടല്ലോ, EFT ചെയ്തതല്ലേ, ഇമോഷൻസ് എങ്ങനെയൊക്കെ റിലീസ് ചെയ്യണം എന്ന് പഠിച്ചതല്ലേ? ടാപ്പിംഗ് ചെയ്യാം, മെയിൻ ആയിട്ട് ടാപ്പിംഗ് ചെയ്യാം ഇമോഷൻസ് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. EFT പഠിച്ചവർക്ക് അറിയാം ഓരോ ഇമോഷൻസും നമ്മൾ എങ്ങനെ ഹീൽ ചെയ്യണം എന്ന്. റൈറ്റ്? നമ്മൾ ഉള്ളിൽ അടക്കി വെക്കുമ്പോൾ അത് നമ്മൾക്കാണ് കൂടുതൽ ബുദ്ധിമുട്ട്. സോ ഇപ്പൊ ഇമോഷൻസ് ഇപ്പൊ നിങ്ങൾക്ക് സങ്കടമാണ് വരുന്നത് വെച്ചെങ്കിൽ നിങ്ങൾക്ക് ഒന്നാമത് നിങ്ങൾക്ക് EFT ചെയ്യാം. പ്ലസ് നിങ്ങൾക്ക് നിങ്ങളുടെ ഇമോഷൻസ് എഴുതി വെക്കാം. കരച്ചിൽ വരികയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ജസ്റ്റ് റൂം അടച്ചിട്ട് കരഞ്ഞ് തീർക്കാം എന്ന് പറയാം. കരയുന്നതും ഒരു തരം ഹീലിംഗ് ആണ്. ഓക്കെ, അതേപോലെ ഓരോ ഇമോഷൻസും നിങ്ങൾക്ക് എക്സ്പ്രസ് ചെയ്യാം, അത് സപ്രസ് ചെയ്യാതെ എക്സ്പ്രസ് ചെയ്യാം. ആങ്കർ വരികയാണെന്നുവെച്ചെങ്കിൽ, ദേഷ്യം വരികയാണെന്നുവെച്ചെങ്കിൽ നിങ്ങൾക്ക് ഡീപ് ബ്രീത്ത്സ് എടുക്കുക. നിങ്ങളെ തന്നെ ആദ്യം കാമാക്കുക. എങ്ങനെ നിങ്ങളെ ഡീപ് ബ്രീത്ത് എടുത്തിട്ട് നിങ്ങളെ മാക്സിമം കാമാക്കിയതിന് ശേഷം നിങ്ങൾക്ക് ദേഷ്യം വരാനുള്ള റീസൺ എന്താണോ അതിനുള്ള സൊല്യൂഷൻ എന്താണ് ചെയ്യാൻ പറ്റുക. അപ്പൊ ഒരാളടുത്ത് സംസാരിക്കുകയാണെന്ന് വെച്ചാൽ അത് ആളടുത്ത് കാമായിട്ട് നിങ്ങളുടെ ഇമോഷൻസ് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം. എനിക്ക് ഇന്ന കാര്യത്തിൽ നിങ്ങൾ ചെയ്തത് ശരിയായിട്ടില്ല, അതിൽ എനിക്ക് നല്ല ദേഷ്യമുണ്ട്, സോ അതിനൊരു സൊല്യൂഷൻ ഫൈൻഡ് ചെയ്യാൻ നോക്കുക. അവരടുത്ത് സംസാരിച്ചിട്ട് ഓപ്പൺ ആയിട്ട് സംസാരിച്ചിട്ട് സൊല്യൂഷൻ ഫൈൻഡ് ചെയ്യാൻ നോക്കുക.
ക്ലിയർ ആയോ? യെസ്. ഓക്കെ. നെക്സ്റ്റ് ഇസ് പ്രാക്ടീസ് ഫോർഗിവ്നെസ്. ഫോർഗിവ്നെസ് പ്രാക്ടീസ് ചെയ്യുന്നവരുണ്ട്. സോ അത് സെൽഫിനും ചെയ്യണം, മറ്റുള്ളവർക്കും വേണ്ടിയിട്ടും ചെയ്യണം. സെൽഫിന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് കാലം നമ്മളെ തന്നെ വേദനിപ്പിച്ചിട്ടുണ്ട് അല്ലെ. നമ്മളെ കുറെ നെഗറ്റീവ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ കൂടെ കടത്തി വിട്ടിട്ടുണ്ട്, നമ്മളെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്, ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. നമ്മളുടെ കുറെ ഇൻസിഡൻസ് കാരണം നമ്മളെ തന്നെ വേദനിപ്പിച്ചിട്ടുണ്ട്. അതിന് നമ്മൾ നമ്മളോട് തന്നെ ഫോർഗിവ്നെസ് ചോദിക്കണം, നമ്മളുടെ പ്യുവർ സോളിനോട് ഫോർഗിവ്നെസ് ചോദിക്കണം. അതേപോലെ മറ്റുള്ളവരോടും നമുക്കത് പ്രാക്ടീസ് ചെയ്യാന്ന് പറഞ്ഞാൽ അവരുടെ അടുത്ത് നേരിട്ട് പോയി ചോദിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ജസ്റ്റ് EFT പറയുന്ന പോലെ നമുക്ക് സെൽഫ് ഫോർഗിവ്നെസ് മെന്റലി കൊടുക്കാം. അവർക്ക് ഇന്ന കാര്യത്തിന് അവരോടുള്ള ദേഷ്യം, വിദ്വേഷം, വെറുപ്പും ഒക്കെ വിട്ട് കളഞ്ഞ് അവർക്ക് ഞാൻ മാപ്പ് കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ ഇമോഷൻസ് അങ്ങോട്ട് പൂർണ്ണമായിട്ട് റിലീസ് ചെയ്യുക. അവർക്ക് ഫോർഗിവ്നെസ് മനസ്സറിഞ്ഞ് തന്നെ കൊടുക്കുക. ഇവിടെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് നമ്മളുടെ സമാധാനമാണ്. അവരോടുള്ള ദേഷ്യം പകയൊക്കെ നമ്മളുടെ ഉള്ളിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളാണ് ബുദ്ധിമുട്ടുന്നത്, നമ്മൾ സമാധാനമാണ് ഇല്ലാണ്ടാവുന്നത്. ആ അവയർനെസ് കൊടുത്തിട്ട് അവർക്ക് മാപ്പ് കൊടുക്കുക. പിന്നെ അടുത്തത് ലെറ്റ് ഗോ ഓഫ് പാസ്റ്റ് ഹേർട്സ്. നമ്മൾ പാസ്റ്റിൽ അനുഭവിച്ച ഇൻസിഡൻസ് പലതും നമ്മളെ വേദനിപ്പിക്കുന്നതാവാം. പക്ഷെ അതിൽ തന്നെ നമ്മൾ ഇങ്ങനെ ഇരുന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊരു സക്സസ് ഉണ്ടാവില്ല, നമ്മൾ മുന്നോട്ട് പോകാനുള്ള ഒരു ഫീലിംഗ് കിട്ടില്ല. നമ്മൾ അവിടെ സ്റ്റക്കായിട്ട് നിൽക്കും, പാസ്റ്റിൽ തന്നെ സ്റ്റക്കായിട്ട് നിൽക്കും. ആ പാസ്റ്റിൽ നടന്ന കാര്യങ്ങൾ പാസ്റ്റിൽ നടന്നതാണ്, അതിൽ എനിക്ക് ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ല. ദാറ്റ് ഇസ് നോട്ട് ഇൻ മൈ കൺട്രോൾ. അത് കഴിഞ്ഞ കാര്യമാണ്. ആ ഒരു അവയർനെസ് കൊടുത്തിട്ട് അത് ലെറ്റ് ഗോ ചെയ്യാം. ഓക്കെ. പിന്നെ അടുത്തത് എക്സ്പ്രസ് ഇമോഷൻസ് ത്രൂ റൈറ്റിംഗ്, ടോക്കിംഗ് ഓർ ആർട്ട്. നേരത്തെ പറഞ്ഞ പോലെ ഇമോഷൻസ് വരുമ്പോൾ നിങ്ങൾക്ക് എക്സ്പ്രസ് ചെയ്യാനുള്ള വഴികളാണത്. എഴുതുക, ഞാൻ പറഞ്ഞിരുന്നല്ലോ, എഴുതുക. നിങ്ങളുടെ തോട്ട്സ് എഴുതുന്ന പോലെ നിങ്ങളുടെ ഇമോഷൻസും എഴുതി വെക്കുക. പിന്നെ സംസാരിക്കാം. നിങ്ങൾക്ക് വിശ്വാസമുള്ള ഒരാളടുത്ത് മനസ്സ് തുറന്ന് സംസാരിക്കാം. നിങ്ങളെ മനസ്സിലാക്കും എന്ന് നിങ്ങൾക്ക് വിശ്വാസമുള്ള, നിങ്ങളെ ജഡ്ജ് ചെയ്യാതെ നിങ്ങളെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഫ്രണ്ട് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രൊഫഷണൽ ഉണ്ടെങ്കിൽ അവരുടെ അടുത്ത് സംസാരിക്കുക. ആർട്ട് തെറപ്പി എന്ന് പറയും. നിങ്ങളുടെ ഇമോഷൻസ് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുന്ന ഒരു ഡ്രോയിങ്സ് കാര്യങ്ങളൊക്കെ, ഡ്രോയിങ്സ് ചെയ്യുക, പെയിന്റ് ചെയ്യുക, കളർ ചെയ്യുക, ഇതൊക്കെ നമ്മളുടെ ഇമോഷൻസ് റിലീസ് ചെയ്യാനുള്ള മെത്തേഡ്സ് ആണ്. ഇത് മനസ്സിലായോ? ഓക്കെ മാഡം. Okay. Next is സ്പിരിച്വൽ ക്ലെൻസിങ്. അഥവാ ഒരു സ്പിരിച്വൽ ലെവലിൽ നമ്മൾ എങ്ങനെയാണ് നമ്മളെ ക്ലെൻസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇന്നർ പീസിന് വേണ്ടിയിട്ട് നമ്മൾ ഉള്ളിലൊരു സമാധാനം ഫീൽ ചെയ്യുമല്ലോ, അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? മെഡിറ്റേഷൻ ഓർ ഡീപ് ബ്രീത്തിങ് എക്സസൈസസ്. ഇതിൽ നിങ്ങൾ ചെയ്യുന്ന ഒരു പ്രാക്ടീസ് ആണ് മെഡിറ്റേഷൻ അല്ലേ. മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ അതിന്റെ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? എത്രത്തോളം സമാധാനം കിട്ടുന്നുണ്ട് മെഡിറ്റേഷൻ ചെയ്തിട്ട്, ഇല്ലേ? സോ ആ മെഡിറ്റേഷൻ കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഡീപ് ബ്രീത്തിങ് എക്സസൈസസ് ചെയ്യാം. പലതരം ഡീപ് ബ്രീത്ത്സ് ഉണ്ട്. ബോക്സ് ബ്രീത്തിങ്, ബെല്ലി ബ്രീത്തിങ്, 4-7-8 ബ്രീത്തിങ്, അത് പലതരം ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം. നെക്സ്റ്റ് ഇസ് ഡെയിലി പ്രാക്ടീസ് ഗ്രാറ്റിറ്റ്യൂഡ്. ഗ്രാറ്റിറ്റ്യൂഡിന്റെ ഇമ്പോർട്ടൻസ് എല്ലാവർക്കും അറിയുന്നതാണ്. ജസ്റ്റ് ഞാൻ റിപ്പീറ്റ് ചെയ്യാം. നമ്മൾ എത്രത്തോളം ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്നോ അത്രയും ഗ്രാറ്റിറ്റ്യൂഡ് പറയാനുള്ള അവസരങ്ങൾ നമ്മളെ ലൈഫിലേക്ക് വന്നുകൊണ്ടിരിക്കും. ഓക്കെ. സോ ഗ്രാറ്റിറ്റ്യൂഡ് എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ ശ്രമിക്കുക. എന്ത് ചെറിയ കാര്യമാണെങ്കിലും, ഇപ്പൊ വീട്ടിൽ ഒരാൾ വന്നിട്ട് നമ്മളെ പാർട്ട്ണറോ കുട്ടികൾ ആരെങ്കിലും നമുക്കൊരു ഗ്ലാസ് വെള്ളം എടുത്ത് തന്നാൽ പോലും അവർക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പറയാം, അവരോട് താങ്ക് യു പറയാം. പിന്നെ അവരോടും അത് പ്രാക്ടീസ് ചെയ്യാൻ പറയാം. ഓക്കെ. സോ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ബ്ലെസ്സിങ്സിലേക്കാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത്. സോ ആ ബ്ലെസ്സിങ്സ് കൂടി കൂടി വരാനാണ്
ഈ പ്രാക്ടീസ് ചെയ്യാൻ പറയുന്നത്. സോ എത്രത്തോളം നമ്മൾ ആ ബ്ലെസ്സിങ് ഫോക്കസ് ചെയ്യുന്നു, അത് പ്രാക്ടീസ് ചെയ്യുന്നു, അത്രയും ബ്ലെസ്സിങ്സ് നമ്മുടെ ലൈഫിലേക്ക് അട്രാക്റ്റഡ് ആയിട്ട് വരും. നെക്സ്റ്റ് ഇസ് സ്പെൻഡിങ് ടൈം ഇൻ നേച്ചർ. ഈ നേച്ചർ എന്ന് പറയുന്നത് ഭയങ്കര ഹീലിംഗ് പവർ ഉള്ള ഒരു സംഭവമാണ്. നിങ്ങൾ കുറച്ചു നേരം, എസ്പെഷ്യലി ഏർലി മോർണിംഗ്, ഈ സമയമൊക്കെ പുറത്തിറങ്ങി നിന്നിട്ടുണ്ടെങ്കിൽ അതൊരു വേറെ വൈബാണ്. ആ ഒരു ബ്യൂട്ടിഫുൾ ടൈമാണ് അത്. നിങ്ങൾ മാക്സിമം നേരത്തെ, ഇതേ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുന്നവരാണെങ്കിൽ ചെയ്യുന്നതാണ്, അല്ലാത്തവർ ആ സമയം അത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സമയമാണ്. അത് ഉറങ്ങി തീർത്ത് അത് വേസ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. നമുക്ക് നാച്ചുറലി കിട്ടുന്ന ഒരു റിസോഴ്സസ് ആണ്, ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു ഹീലിംഗ് സംഭവമാണ് അത്. നേച്ചറിൽ പോയിട്ട് നിൽക്കുക, എസ്പെഷ്യലി ലൈക്ക് നമ്മളെ ചെരുപ്പ് ഊരിയിട്ട് മണ്ണിൽ നിൽക്കുക, ആ ഒരു ഗ്രൗണ്ടിങ് ഫീലിംഗ് നമുക്ക് കിട്ടും. പിന്നെ പുല്ലില് പച്ച പുല്ലിലൊക്കെ ഇങ്ങനെ നടക്കുക, ഇതൊക്കെ ഭയങ്കര ഹീലിംഗ് കിട്ടുന്ന ഒരു പ്രാക്ടീസസ് ആണ്. സോ സ്പെൻഡ് ടൈം ഇൻ നേച്ചർ. എത്രത്തോളം നമുക്ക് നേച്ചറിൽ സ്പെൻഡ് ചെയ്യാൻ ടൈം കിട്ടുമോ അത്രയും ടൈം അതിൽ സ്പെൻഡ് ചെയ്യാം. ദെൻ ബീങ് പ്രസന്റ്, മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യാം. മൈൻഡ്ഫുൾ എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും നിങ്ങൾ മൈൻഡ്ഫുൾ ആയിട്ട് ചെയ്യാം. നിങ്ങളുടെ ഫോക്കസ് കംപ്ലീറ്റ് അതിലേക്ക് കൊണ്ടുവരിക. ലൈക്ക് ഇപ്പോ നമ്മളുടെ പാസ്റ്റ് മെമ്മറി എന്ന് പറയുന്നത് നമ്മളുടെ പാസ്റ്റ് ആണ്. സോ ആ പാസ്റ്റിലേക്ക് പോകരുത്. പിന്നെ ഇമാജിനേഷൻ എന്ന് പറയുന്നത് നമ്മളുടെ ഫ്യൂച്ചർ ആണ്. സോ ആ ഫ്യൂച്ചറിലേക്കും പോകരുത്. പ്രസന്റ് എന്ന് പറയുന്നത് പ്യുവർ ആണ്, അതിൽ തോട്ട്സ് ഇല്ല, എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾ അത് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, സംഭവം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിൽ തോട്ട്സ് വരുന്നില്ല. നിങ്ങളൊരു വിറ്റ്നസ് ആയിട്ട് ഇപ്പൊ നടക്കുന്ന കാര്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സോ അതിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യുക, അത് അവയർനെസ് കൊടുത്തിട്ട് ഫോക്കസ് ചെയ്യുക. എസ്പെഷ്യലി നിങ്ങളുടെ ബ്രെത്ത് അല്ലെങ്കിൽ ബോഡി, അതൊക്കെ പ്രസന്റിലുള്ള സംഭവങ്ങളാണ്. സോ അതിലേക്ക് കൂടുതൽ ഫോക്കസ് കൊടുത്തിട്ട് മൈൻഡ്ഫുൾ ആയിട്ട് എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും മൈൻഡ്ഫുൾ ആയിട്ട് ചെയ്യാം. ഇതാണ് ഇന്നർ പീസിന് വേണ്ടിയിട്ട് ചെയ്യേണ്ട പ്രാക്ടീസസ്. ഇത് ക്ലിയർ ആയോ? ഓക്കെ. ഇനി നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇന്നർ ഹൈജീന് വേണ്ടിയിട്ട് അവോയ്ഡ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നെഗറ്റീവ് ആയിട്ടുള്ള സെൽഫ് ടോക്ക്. ഓക്കെ, നിരന്തരമായിട്ട് നിങ്ങൾ കുറ്റപ്പെടുത്താതിരിക്കുക, സെൽഫ് ബ്ലെയിം ചെയ്യാണ്ടിരിക്കുക, നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ വീണ്ടും വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് പറയാണ്ടിരിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുക. ദെൻ കമ്പയറിങ് യുവർ സെൽഫ് വിത്ത് അതേഴ്സ്. മറ്റുള്ളവരുടെ ലൈഫുമായിട്ട് നിങ്ങൾ കമ്പയർ ചെയ്യരുത്. അവർക്ക് അവരുടേതായിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടാകാം, അതൊന്നും അവർ പുറത്ത് കാണിക്കണമെന്നില്ല. വി ഡോണ്ട് നോ വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ അതേഴ്സ് ലൈഫ്, റൈറ്റ്? സോ നമ്മൾക്ക് നമ്മളുടെ ലൈഫിൽ ഫോക്കസ് ചെയ്യുക. അതിലേക്ക് എന്തൊക്കെയാണോ ചെയ്യാൻ പറ്റുന്നത്, നമ്മളുടെ ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണോ ചെയ്യാൻ പറ്റുന്നത്, അതൊക്കെ ഫോക്കസ് ചെയ്ത് നമ്മൾ നമ്മളിലേക്ക് മാത്രമായിട്ട് ഫോക്കസ് ചെയ്യുക, കമ്പയർ ചെയ്യാണ്ടിരിക്കുക. ദെൻ അവോയ്ഡ് സപ്രസിങ് ഇമോഷൻസ്. ഇമോഷൻസ് ഒക്കെ സപ്രസ് ചെയ്ത് വെക്കാണ്ടിരിക്കുക. ഓക്കെ, നമുക്ക് ഇപ്പൊ ഇമോഷൻസ് എങ്ങനെ ഡീൽ ചെയ്യണം എന്നുള്ള അവയർനെസ് ഒക്കെ പലർക്കും കിട്ടിയിട്ടുണ്ടാകാം. ഒരു ഇമോഷൻ വന്നാൽ അത് എങ്ങനെ നമുക്ക് ഡീൽ ചെയ്യാം. EFT പ്രാക്ടീസ് ചെയ്യുന്നവർ പ്രത്യേകിച്ച് അവർക്ക് നന്നായിട്ട് അറിയാം ഇമോഷൻസ് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇമോഷൻസ് വന്നിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെ റിലീസ് ചെയ്യണം. സോ അത് പ്രാക്ടീസ് ചെയ്യുക, ഡെയിലി പ്രാക്ടീസ് ചെയ്യുക, അത് സപ്രസ് ചെയ്ത് വെക്കാണ്ടിരിക്കുക. എക്സ്പ്രസ് യുവർ ഇമോഷൻസ്. ദെൻ ടോക്സിക് എൻവയൺമെന്റ് ഓർ റിലേഷൻഷിപ്സ്, അതിൽ നിന്ന് അതൊക്കെ അവോയ്ഡ് ചെയ്യാം. നിങ്ങൾക്ക് നിങ്ങളുടെ ഇന്നർ പീസിനെ അഫക്ട് ചെയ്യുന്ന എൻവയൺമെന്റ് ആണ് അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ആണെന്ന് മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് അവോയ്ഡ് ചെയ്യാൻ മാക്സിമം നോക്കുക. ഓക്കെ, പിന്നെ ഇന്നർ ക്ലെൻസിങ്, ഇന്നർ ഹൈജീൻ ചെയ്യുന്നവരുടെ ബെനിഫിറ്റ്സ് എന്താന്ന് വെച്ചാൽ നമുക്ക് ഇന്നർ പീസ് ആൻഡ് ഇമോഷണൽ ബാലൻസ് കിട്ടും. ഉള്ളിൽ ഒരു സമാധാനം ഉണ്ടാകും, നമ്മളുടെ ഇമോഷൻസ് എല്ലാം ബാലൻസ്ഡ് ആവും. നമുക്ക് ഇമോഷൻ വന്നാൽ അതിങ്ങനെ ഡീൽ ചെയ്യണം എന്നറിയാലോ. അപ്പൊ അതൊരു ബാലൻസിൽ നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും. ദെൻ നെക്സ്റ്റ് ഇസ് ബെറ്റർ ഡെസിഷൻ മേക്കിംഗ്. നമ്മൾക്ക് മൈൻഡ് ക്ലിയർ ആവുന്നതോട് കൂടിയിട്ട് നമുക്ക് തീരുമാനങ്ങൾ ബെറ്റർ ആയിട്ട് എടുക്കാൻ സാധിക്കും. നല്ല തീരുമാനങ്ങൾ, വൈസ് ആയിട്ടുള്ള തീരുമാനങ്ങൾ, നമുക്ക് എന്താണോ നല്ലത് അതിനനുസരിച്ചിട്ട് നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ പറ്റും. ഓക്കെ, ദെൻ സ്ട്രോങ്ങർ സെൽഫ് ലവ് ആൻഡ് കോൺഫിഡൻസ്. നമ്മളുടെ സമാധാനത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നവരാണെങ്കിൽ
നമ്മൾ അത്രയും നമ്മളെ സ്നേഹിക്കുന്നുണ്ട് അല്ലെ. സെൽഫ് ലവ് ഭയങ്കര സ്ട്രോങ് ആയിട്ടിരിക്കും. നമ്മൾ സമാധാനം കെടുത്തുന്ന കാര്യങ്ങളിൽ നിന്ന് നമ്മൾ അവോയ്ഡ് ചെയ്തിട്ട് നമ്മൾ കൂടുതൽ ടേക്ക് കെയർ ചെയ്യും. നമ്മൾക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ നമ്മൾക്ക് തന്നെ കൊടുത്തുകൊണ്ടിരിക്കും. സോ അത് സെൽഫ് ലവ് കൂട്ടുകയും കോൺഫിഡൻസും കൂട്ടും. ഓക്കെ, സോ കോൺഫിഡൻസ്, സെൽഫ് ലവ് എല്ലാം സ്ട്രോങ് ആക്കാൻ സഹായിക്കും. ദെൻ ഹെൽത്തിയർ റിലേഷൻഷിപ്സ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഓരോ റിലേഷൻഷിപ്സും അത് കൂടുതൽ സന്തോഷത്തോടെ വളരെ സ്നേഹത്തോടെ നമുക്കത് അനുഭവിക്കാൻ സാധിക്കും. ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്സ് ആയിരിക്കും എല്ലാവരുമായിട്ട് നമുക്ക് ഉണ്ടാവുക. പിന്നെ മോർ പോസിറ്റീവ് ലൈഫ് ഔട്ട്ലുക്ക്. നിങ്ങൾ ജീവിതത്തെ ജസ്റ്റ് ഒന്ന് കാണുന്നത് വളരെ പോസിറ്റീവ് ആയിട്ടായിരിക്കും. എന്തിലും ഒരു പോസിറ്റിവിറ്റി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ ഇന്നർ ക്ലെൻസിങ് ചെയ്താലുള്ള ബെനിഫിറ്റ്സ് ആണ് ഇത്. നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റുന്ന അഫർമേഷൻസ് ഞാൻ കുറച്ച് പറഞ്ഞുതരാം. ഇത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ, പോസിറ്റീവ് ആയിട്ടുള്ള സെൽഫ് ടോക്ക് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. സോ അതിന് പറ്റിയ സിമ്പിൾ ആയിട്ടുള്ള അഫർമേഷൻസ് ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നോട്ട് ചെയ്യാം. ഐ ചൂസ് പീസ്. ഞാൻ സമാധാനം സ്വീകരിക്കുന്നു. നിങ്ങൾക്ക് സ്ഥിരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കാം. സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. സോ സെൽഫായിട്ട് പറയാം, ഐ ചൂസ് പീസ്. റിപ്പീറ്റഡ് ആയിട്ട് പറയാം. ദെൻ ഐ റിലീസ് വാട്ട് നോ ലോങ്ങർ സെർവ്സ് മീ. എനിക്ക് ഉപകാരമില്ലാത്തതെല്ലാം ഞാൻ വിട്ട് കളയുന്നു. നമ്മളുടെ ഇമ്പോർട്ടൻസ് പറയുന്നത് നമ്മളാണ്. വി ഹാവ് ടു ബി മോർ ഫോക്കസ്ഡ് ഓൺ അവർ സെൽഫ്സ്. നമ്മളുടെ സമാധാനം, നമ്മളുടെ ഇന്നർ പീസ്, അതിന് വേണ്ടിയിട്ടുള്ള അഫർമേഷൻസ് ആണ്. ദെൻ ഐ ആം കാം, ബാലൻസ്ഡ് ആൻഡ് ഇൻ കൺട്രോൾ. ദെൻ ഐ ഡിസേർവ് ഇന്നർ പീസ്. ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള അഫർമേഷൻസ് റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. ഓക്കെ, സോ ക്ലിയർ ആയോ? ഇത്രയാണ് ഇന്ന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ. ഇതെല്ലാം നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന പ്രാക്ടീസസ് അല്ലേ? യെസ് മാഡം. യെസ്. അപ്പൊ ഇതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? എല്ലാം ക്ലിയർ ആയോ? സോ ഇന്നൊരു തീരുമാനം എടുക്കുക. നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യും. നിങ്ങൾക്ക് വേണ്ടിയിട്ട് സമയം കണ്ടെത്തിയിട്ട് തന്നെ ഈ നിങ്ങളുടെ ഇഷ്യൂസ് എന്താണെന്ന് നോട്ട് ചെയ്യുക. അതിന് വേണ്ടിയിട്ടുള്ള സ്റ്റെപ്സുകൾ എടുക്കുക. ഓക്കെ, സോ നിങ്ങളുടെ ആ ഒരു ഇന്നർ വേൾഡ് നിങ്ങൾ എത്രത്തോളം ബ്യൂട്ടിഫുൾ ആക്കുന്നു, നിങ്ങളുടെ ഔട്ടർ വേൾഡും ബ്യൂട്ടിഫുൾ ആയിട്ട് വരും. നിങ്ങളുടെ ചുറ്റുമുള്ളവരും നിങ്ങൾ അതേ വൈബിലേക്ക് വരും, അതേ വൈബ്രേഷനിലേക്ക് വരും. ഭയങ്കര കാം ആൻഡ് പീസ്ഫുൾ ആകും. അതേപോലെ നിങ്ങളുടെ വീട് നിങ്ങൾക്കൊരു സ്വർഗമാക്കി മാറ്റാം നിങ്ങളുടെ ഇന്നർ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ. ഓക്കെ, ഓക്കെ. താങ്ക് യു മാം. ഇപ്പോൾ ഡൗട്ട്സ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഇത്രയും നേരം എന്നെ കേട്ടതിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച് ഫോർ ലിസണിങ്. ഫുൾ ആയിട്ടുള്ള ക്ലാസ് തന്നതിന് മാഡത്തിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു. പല വ്യക്തികളും ഇന്ന് ഇതുപോലുള്ള ഒരു ഇമോഷൻസിലൂടെ ജീവിക്കുകയാണ്, എന്ത് ചെയ്യണമെന്ന് അറിയാതെ. ഇപ്പൊ ഞാൻ പലർക്കും നമ്മുടെ ഈ ഒരു EFT കോഴ്സിനെ കുറിച്ചും ഒക്കെ ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയുള്ള പ്രോഗ്രാമുകളിലേക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു രതി മാം. മാം പറഞ്ഞത് ശരിയാണ്. ഒരുപാട് പേർക്ക് അവയർനെസ് ഇല്ല. അവർക്ക് ഈ ഇമോഷൻസ് വരുമ്പോ എങ്ങനെ ഡീൽ ചെയ്യണം. നമ്മളിപ്പോ കുട്ടികളുടെ കാര്യം സ്കൂളിൽ അതൊന്നും പഠിപ്പിക്കുന്നില്ലല്ലോ. അപ്പൊ വലുതാവുമ്പോഴും അവർക്ക് അറിയില്ല ഈ ഇമോഷൻസ് വന്നാൽ ഞാൻ അതിനെ എങ്ങനെ ഫേസ് ചെയ്യണം. അവർക്ക് ഒരു സോ മാക്സിമം നിങ്ങൾക്ക് കിട്ടിയ അവയർനെസ് പലർക്കും പറഞ്ഞു കൊടുക്കുക. ഇന്നതൊക്കെയാണ് പ്രശ്നങ്ങൾ. സോ ഇതൊക്കെ നമുക്ക് ഡീൽ ചെയ്യാവുന്ന കാര്യങ്ങളാണ്, നമുക്ക് സോൾവ് ആക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഓക്കെ,
എസ്പെഷ്യലി EFT എന്ന് പറയുന്നത് അത് പ്രാക്ടീസ് ചെയ്തവർക്ക് അറിയാം, പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ടൂളാണ്. റൈറ്റ്? സോ അതൊക്കെ പ്രാക്ടീസ് ചെയ്യുക, അതിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നവരൊക്കെ ജോയിൻ ചെയ്യാം. സോ മാക്സിമം നിങ്ങൾ നിങ്ങളെ തന്നെ ഹീൽ ചെയ്തിട്ട് നിങ്ങളുടെ ലൈഫ് ബ്യൂട്ടിഫുൾ ആക്കാൻ നോക്കുക. സോ താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം, സൂപ്പർ സെഷൻ, അടിപൊളി. താങ്ക് യു. അപ്പോൾ വിഷ് യു ഓൾ എ വെരി ഗുഡ് നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. ഇന്നത്തെ ദിവസം ഫുള്ള് പോസിറ്റീവ് ആയിട്ട് ഇരിക്കാൻ സാധിക്കട്ടെ, പീസ്ഫുൾ ആയിട്ട് ഇരിക്കട്ടെ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ആരോഗ്യ ആഫിയത്ത് നിന്ന് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു മാം. ഇനി മാമിന്റെ സെഷൻസ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. സോ ശരി, ബൈ. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം.